Yes, Ranjit, good morning. ഗുഡ് മോർണിംഗ്. രഞ്ജിത്ത്, ഈ മഴയും ചൂടും ഇങ്ങനെ മാറി മാറി വരികയാണോ? എവിടെയാണ് നിൽക്കുന്നത്? ഒരു പച്ചപ്പൊക്കെ കാണുന്നുണ്ട്. അത് നമ്മൾ കേരളത്തിൽ എവിടെ ഫ്രെയിം വെച്ചാൽ ഒരു പച്ചപ്പ് ഉണ്ടാകുമല്ലോ. അത് ഓഫീസിന്റെ താഴത്ത് തന്നെയാണ്. ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി കോഴിക്കോട് നഗരത്തിലും മലയോരത്തും ഒക്കെ നല്ല മഴയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ആശ്വാസം മുഖത്ത് കാണാനുണ്ട് അല്ലെ? വാർത്തയിലേക്ക് വന്നാലെങ്കിൽ വാർത്തയിലേക്ക് വരാൻ രഞ്ജിത്ത്, നമുക്ക് ഈ സ്റ്റൈപ്പൻഡ് വൈകുന്നതിൽ പ്രതിഷേധം കോഴിക്കോട് മെഡിക്കൽ കോളേജ് PG വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ട സമരത്തിലാണ് അല്ലേ രഞ്ജിത്ത്? അപ്പോൾ ഇന്ന് രാവിലെ മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങും എന്ന് പറയുന്നു അല്ലേ? ആശുപത്രിയിലെ ഡിപ്പാർട്ട്മെന്റുകളെ ഒന്നും ഇത് ബാധിക്കില്ലല്ലോ അല്ലേ? അതെ, റോഷ്നി വെങ്കടേഷ്, ഡിപ്പാർട്ട്മെൻറ്റുകളെ ബാധിക്കും. അതായത് ഈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ കാഷ്വാലിറ്റി, അതുപോലെ ICU, അതുപോലെ ഈ പ്രസവവുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെ മൊത്തം ഇത് ബാധിക്കും. കാരണം മെഡിക്കൽ കോളേജിൻ്റെ നടത്തിപ്പ് എന്ന് പറഞ്ഞാൽ PG ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ മെഡിക്കൽ കോളേജിൽ പോകുന്നത്. അവിടെ സീനിയർ ഡോക്ടർമാരുണ്ടെങ്കിൽ കൂടി അവിടെ OP അതുപോലെ തന്നെ വാർഡുകളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് PG വിദ്യാർത്ഥികളുടെ സഹായത്തോടു കൂടിയാണ്. ഈ PG വിദ്യാർത്ഥികൾ ഇല്ല എങ്കിൽ അവിടുത്തെ നടത്തിപ്പ് അവതാളത്തിലാവുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അവർക്ക് ഫെബ്രുവരി മാസത്തിലെ സ്റ്റൈപ്പൻഡാണ് ഇപ്പോൾ കിട്ടാനുള്ളത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ആ മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ അവർ വലിയ പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തി. ഇന്നലെ PG വിദ്യാർത്ഥികളുടെ അസോസിയേഷൻ പ്രിൻസിപ്പൽ സജിത് കുമാറുമായി ചർച്ച നടത്തി. പ്രിൻസിപ്പൾ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട പേപ്പറുകളൊക്കെ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലേക്ക് അയച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. പക്ഷേ സ്റ്റൈപ്പൻഡുമായി ബന്ധപ്പെട്ട് അനുകൂല തീരുമാനം വന്നിട്ടില്ല. പ്രിൻസിപ്പൽ തലത്തിൽ ഒന്നും ചെയ്യാനില്ല. ഇനി ചെയ്യാനുള്ളത് സർക്കാർ തലത്തിൽ തന്നെയാണ്. അടിയന്തരമായി പ്രശ്നം പരിഹരിച്ചിട്ടില്ല എങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും താളം തെറ്റും. അത് ഈ പറയുന്ന പോലെ ഇപ്പോൾ നിലവിൽ ICUയിലോ കാഷ്വാലിറ്റിയിലോ അല്ലെങ്കിൽ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിലോ ഒന്നും തന്നെ ബാധിച്ചിട്ടില്ല. പക്ഷേ എന്താ സംഭവിക്കുകയെന്ന് വിചാരിച്ചാൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് സമരം തുടർന്നു പോയാൽ അത് കാഷ്വാലിറ്റിയിലേക്ക് ഉൾപ്പെടെ ഈ സമരം വ്യാപിപ്പിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി PG വിദ്യാർത്ഥികൾ നൽകുന്നുണ്ട്. ഏതായാലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെ മുഴുവൻ, ഈ ജനറൽ മെഡിസിൻ ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെ ഇന്നത്തെ സമരം ബാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റൊന്ന്, ഈ സൗദി ബാലൻ മരിച്ച സംഭവത്തിൽ വിചാരണ നേരിടുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനത്തിലാണ് ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് പ്രതീക്ഷിക്കുന്നത്. ഈ കേസ് എപ്പോഴാണ് പരിഗണിക്കുക? റോഷ്നി, ഇന്ത്യൻ സമയം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 1:30 കേസ് പരിഗണിക്കുമെന്നുള്ളതാണ് റിയാദിലെ കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. നമുക്കറിയാം, ഓരോ തവണ പരിഗണിക്കുമ്പോഴും നമ്മൾ ഇത്തരത്തിൽ വലിയ പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ നോമ്പ് കാലത്ത്, കഴിഞ്ഞ റമദാൻ മാസത്തിലാണ് ഇത്തരത്തിലൊരു വലിയ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി 34 കോടി രൂപ, കാരണം കേരളത്തിൽ ഏറ്റവും വലിയ ക്രൗഡ് ഫണ്ടിങ് നടന്ന് നമ്മളൊക്കെ ഓർക്കുന്നുണ്ടാവും. പക്ഷേ ഇതാ ഇപ്പോൾ അടുത്ത റമദാൻ മാസം അവസാനിക്കാൻ പോകുമ്പോഴും ഈ പറയുന്ന പോലെ ഈ റഹീമിൻ്റെ മോചനം സാധ്യമായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഈ ദിയാധനം കൈമാറ്റം ചെയ്യുകയും കോടതി ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ പരസ്പരം 2 കുടുംബങ്ങൾക്കും കൊടുക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് ഈ റിയാദിൽ ഈ റഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്മിറ്റി പറയുന്നത്. പക്ഷേ 10ാമത്തെ തവണയാണ് ഈ കേസ് ഇന്ന് പരിഗണിക്കുന്നത്. ഇപ്പോൾ ഈ റമളാൻ മാസമൊക്കെ ആയതുകൊണ്ട്, ഈ നോമ്പിൻ്റെ കാലഘട്ടമായതുകൊണ്ട് ഒരുപക്ഷെ ഒരു കനിവ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതാണ് സമരസമിതി ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഈ മാസത്തിൽ കോടതി പരിഗണിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇത്തവണത്തെ പ്രത്യേകത. കഴിഞ്ഞ 10 തവണയും നമ്മൾ പ്രതീക്ഷിച്ചതാണ് ആ ദിവസം ഉണ്ടാവും എന്നുള്ളത്. അതുണ്ടായില്ല. നമ്മളെ മാത്രമല്ല, റഹീമിൻ്റെ ഒരു പ്രായമായ ഉമ്മ റഹീമിനെ കാത്ത് വീട്ടിലിരിക്കുന്നുണ്ട്. അവർ റിയാദിലെ ജയിലിൽ പോയി റഹീമിനെ കാണുകയും ചെയ്തിരുന്നു. രഞ്ജിത്ത്, മറ്റൊന്ന്, ഈ ചോദ്യപേപ്പർ ചോർച്ച, അപ്പോൾ അതിൽ അന്വേഷണം എന്തായി എന്ന് നമുക്കറിയണം. മാത്രമല്ല, 1-ാം പ്രതി MS ഷുഹൈബിൻ്റെ ജാമ്യ ഹർജി, അതിൽ ഇന്ന് വിധി പറയുമല്ലേ രഞ്ജിത്ത്? താമരശ്ശേരി കോടതിയാണ് ഷുഹൈബിൻ്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത്. കേസിൻ്റെ മുന്നോട്ട് പോക്ക് എവിടെയും എത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ 4 പ്രതികളാണുള്ളത്. 1-ാം പ്രതി ഷുഹൈബും, 2-ാം പ്രതി ഫഹദ്, 3-ാം പ്രതി ജിഷ്ണു, 4-ാം പ്രതി ഈ ഫഹദിന് ചോദ്യപേപ്പർ കൈമാറിയ അബ്ദുൽ നാസർ എന്ന് പറയുന്ന മൈദീൻ സ്കൂളിലെ പിയൂൺ. ഈ 4 പേരിൽ കേസ് ഒതുങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, ഈ 4 പേര് മാത്രമല്ല, ഈ MS സൊല്യൂഷൻ എന്ന് പറയുന്ന ഒറ്റ സ്ഥാപനം എടുത്താൽ പോലും ആ സ്ഥാപനത്തിൻ്റെ SSLC ചോദ്യപേപ്പർ, ആ സ്ഥാപനം
സ്ഥാപനത്തിലേക്ക് SSLC ചോദ്യപേപ്പർ ആര് ചോർത്തിക്കൊടുത്തു എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. അബ്ദുൽ നാസർ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലെ പിയൂണാണ്. അദ്ദേഹം ചോർത്തിയത് ഹയർ സെക്കൻഡറി ചോദ്യപേപ്പറാണ്. SSLC ചോദ്യപേപ്പർ ആര് ചോർത്തി എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ക്രൈംബ്രാഞ്ച് തന്നെ നോട്ടീസ് നൽകി പിന്നീട് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാതിരുന്നൊരു അധ്യാപകൻ MS സൊല്യൂഷനുണ്ട്. അദ്ദേഹം ഇപ്പോൾ നാട്ടിലുണ്ടോ എന്ന് പോലും അറിയില്ല. മാത്രവുമല്ല, ഈ MS സൊല്യൂഷന് പുറത്ത് പല ഏജൻസികളും ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർത്തിയിട്ടുണ്ട് എന്ന് പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ആ അന്വേഷണ റിപ്പോർട്ടും പോലീസ് പൂർത്തീകരിക്കുകയാണ്. അതിനെക്കുറിച്ചൊന്നും ഒരു അന്വേഷണവും നിലവിൽ നടക്കുന്നില്ല. ഏതായാലും ഈ 4 പ്രതികളിൽ കേസ് ഒതുങ്ങുമെന്നുള്ള കാര്യം ഏറെക്കുറെ തീർച്ചയായിട്ടുണ്ട്. അതിലൊന്നാം പ്രതി MS ഷുഹൈബിൻ്റെ ജാമ്യാപേക്ഷയാണ് ഇന്ന് പരിഗണിക്കുന്നത്. MS ഷുഹൈബിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിട്ടാണ് വീണ്ടും ജയിലിലേക്ക് അയച്ചിട്ടുള്ളത്. ഒരുപാട് വാർത്തകൾ പങ്കുവച്ചു കഴിഞ്ഞു അല്ലേ?